നമസ്കാരം. ഗാനസദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അലങ്കാരത്തെക്കുറിച്ചുള്ളൊരു പഠനം ആണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് ചമ്പതാളം, മിശ്രജാതി ചമ്പതാളം, ആ താളം എങ്ങനെ ഇടുന്നു, അതിൻ്റെ സ്വരങ്ങളാണ് എങ്ങനെയാണ് പാടുന്നത്, ഇതിനെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. അപ്പോൾ അലങ്കാരം നിങ്ങളെല്ലാവരും പഠിക്കാൻ ശ്രമിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താളത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് അലങ്കാരം. പിന്നെ നമുക്ക് പല പല താളങ്ങൾ ഇട്ടുകൊണ്ട് നമുക്ക് സ്വരങ്ങൾ പാടാനും ഒക്കെയുള്ളൊരു പ്രാക്ടീസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ന് ചമ്പതാളം ലഘു, അനുദ്രുതം, ദ്രുതം. അപ്പം മിശ്രജാതി ചമ്പതാളമാണ്. മിശ്രജാതി ചമ്പതാളം ആകുമ്പോഴത്തേക്കും മിശ്രമാകുമ്പോൾ ലഘുവിൻ്റെ എണ്ണം 7. പിന്നെ ചമ്പതാളം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഘു, അനുദ്രുതം, ദ്രുതം. അപ്പോൾ 7 + 1 + 2, അപ്പോൾ 7 + 8 2 10 അക്ഷരമാണ്. അപ്പോൾ നമുക്കിന്ന് ആ താളം ഇടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ താളം ഇടുന്നതിൻ്റെ കൂടെ നിങ്ങളും ആ താളം ഇട്ട് പഠിക്കണം. ഇത് ഒന്നാം കാലത്തിൽ നമുക്ക് പാടാം, ഒരടിക്ക് ഒരക്ഷരം വെച്ച്. ലഘുവിൻ്റെ എണ്ണം 7. അപ്പം 1 2 3 4 5 6 7 8, ഇത് അനുദ്രുതം. പിന്നെ ദ്രുതം 9 10. ഇങ്ങനെയാണ് താളങ്ങളുടെ. ഒന്നും കാണിക്കാം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ അനുദ്രുതത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരക്ഷരം, ദ്രുതം 2 അക്ഷരം. മിശ്രജാതിയാകുമ്പം ലഘുവിൻ്റെ എണ്ണം 7, അപ്പം 10 അക്ഷരം. അപ്പോൾ നമുക്ക് അന്ന് നോക്കാം. സ രേ ഗ സ രേ സ രേ ഗ മ. കേട്ടോ? സ രേ ഗ സ രേ സ രേ ഗ മ. അപ്പോൾ നിങ്ങളിത് പതുക്കെ ഇട്ട് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ആ ദ്രുതം ഇടുമ്പോഴും അല്ലെങ്കിൽ അനുദ്രുതം ഇടുമ്പോഴും ഒക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതൊരു പതുക്കെ ഒരടിക്ക് ഒരക്ഷരം വെച്ച് രേ ഗ മ രേ ഗ രേ ഗ മ പ. അപ്പോൾ ഒരു ലൈന് നമുക്ക് ഈ ഒരു താളോട്ടം വേണ്ടി വരും. ഗ മ പ ഗ മ ഗ മ പ ധ. നിങ്ങൾ കൂടെ പാടാം കേട്ടോ. ഗ മ പ ഗ മ ഗ മ പ ധ. അടുത്തത് മ പ ധ മ പ മ പ ധ നീ. കേട്ടോ? പ ധ നീ പ ധ പ ധ നീ സ. ഓക്കെ. അപ്പം ആരോണം ഒന്നുകൂടെ നോക്കാം. സ രേ ഗ സ രേ സ രേ ഗ മ രേ ഗ മ രേ ഗ രേ ഗ മ പ ഗ മ പ ഗ മ ഗ മ പ ധ മ പ ധ മ പ മ പ ധ നീ പ ധ നീ പ ധ പ ധ നീ സ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ അവരോഹണം നോക്കാം. സ നീ ധ സ നീ സ നീ ധ പ. ഓക്കെ. സ നീ ധ സ നീ സ നീ ധ പ നീ ധ പ
നീത നീത പാമ ദാപമ ദാപ ദാപമഗ. മനസ്സിലായില്ലേ? പാമഗ പാമ പാമഗരി മഗരി മഗ മഗരി സ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഒന്നാം കാലം വെച്ച് നമ്മൾ ഇട്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ താളം എങ്ങനെയാണ് ഇടുന്നത് അത് നിങ്ങൾ ആദ്യമേ ബാലൻസ് ആക്കണം. 1 2 3 4 5 6 7 ഇതാണ് ലഘു. ഇത്രയും ഭാഗം, കാരണം ഈ വിരൽ കംപ്ലീറ്റ് ഉണ്ട്. അടി മുതൽ 6 വിരലും പിന്നെ അടി കൊണ്ട് കൂട്ടുമ്പോൾ 7 ഉണ്ടാവും. ലഘുവിൻ്റെ എണ്ണം കംപ്ലീറ്റ് ആയി. പിന്നെ അനുദ്രുതം, പിന്നെ ദ്രുതത്തിൻ്റെ ഒരടി ഒരു വീശ്. ഇനി നമ്മൾ ഇതിൻ്റെ 2 അക്ഷരം വെച്ച് നമുക്ക് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് പാടാൻ പറ്റും എന്നും കൂടെ നോക്കാം. കാരണം നിങ്ങൾ അത്രയും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. സരി ഗ സരി സരി ഗ മ. ഇവിടെ വന്നിരിക്കും രി ഗ മ രി ഗ രി ഗ മ പ ഗ മ പ ഗ മ ഗ മ പ ധ മ പ ധ മ പ മ പ ധ നി പദ നി പദ പദ നി സ സാ നി ദ സാ നി സാ നി ദ പ നി ദ പ നി ദ നി ദ പ മ ദ പ മ ദ പ ദ പ മ ഗ പ മ ഗ പ മ പ മ ഗ രി മ ഗ രി മ ഗ മ ഗ രി സ. മനസ്സിലായില്ലേ? നമുക്ക് ഒന്നുകൂടെ ഇട്ട് തന്നെ. സരി ഗ സരി സരി ഗ മ രി ഗ മ രി ഗ രി ഗ മ പ ഗ മ പ ഗ മ ഗ മ പ ധ മ പ ധ മ പ മ പ ധ നി പദ നി പദ പദ നി സ സാ നി ദ സാ നി സാ നി ദ പ നി ദ പ നി ദ നി ദ പ മ ദ പ മ ദ പ ദ പ മ ഗ പ മ ഗ പ മ പ മ ഗ രി മ ഗ രി മ ഗ മ ഗ രി സ. ഇത്രയേ ഉള്ളൂ ഈ താളത്തിൻ്റെ പ്രയോഗം. ഇനി നമ്മളിത് 3-ാം കാലം പാടാം. അപ്പോൾ ഒരടിക്ക് 4 അക്ഷരം വെച്ച് വരും. പക്ഷേ നിങ്ങൾ 3-ാം കാലം പാടുമ്പോഴത്തേക്ക്, കാരണം 1-ാം കാലം തന്നെ വളരെ സാവകാശം പഠിച്ചിട്ട് നിങ്ങൾ 2-ാം കാലം ഇട്ട് പാടാവുള്ളൂ. ഇനി ഒരു 3-ാം കാലം കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഇടേണ്ട ഒരു വിഷയമാണ്. അത് നമുക്ക് വേറെ ക്ലാസ്സിൽ ഞാൻ 3-ാം കാലം തന്നെ ഇട്ട് ഞാൻ നിങ്ങളെ ഒരു ക്ലാസ് തരാം. അതുപോലെ നിങ്ങളിത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത താളത്തെക്കുറിച്ച് പഠിക്കാം. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ. അതുവരെ നന്ദി, നമസ്കാരം.